ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ ട്യൂബ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കിയുള്ള, അതൊന്നും നല്ല ക്യൂട്ടായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സുകൾ എടുത്തിട്ടുണ്ട്, ഒരു വയർഡ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഈ ബീഡ്സുകളിൽ നിന്ന് വയലറ്റ് കളർ, നമ്മൾ പേസ്റ്റൽ ബീഡ്സിൽ നിന്ന് വയലറ്റും വൈറ്റും ഉള്ള കളേഴ്സാണ് ഞാൻ ഇതിന് മാച്ചായിട്ടുള്ള ബീഡ്സ് തിരഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു വയർഡ് ഹെയർ ബാൻഡ് ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗ്ലിറ്റർ ട്യൂബ്സ് ഉണ്ട് കേട്ടോ. കുറച്ച് പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബ് തന്നെ ഞാൻ എടുത്തതാണ്. ഈ ഒരു വയലറ്റ് കളറ്, ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്ര വലിപ്പമുള്ള പീസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്, ഈ ഹെയർ ബാൻഡുമുള്ള ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് വൈറ്റ് ബീഡ്സും കൂടെ ഉണ്ട് കേട്ടോ. വൈറ്റ് ബീഡ്സ് ലാസ്റ്റ് ഒന്ന് കോർത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എൻഡിൽ ലോക്ക് ചെയ്യണത് കേട്ടോ. എൻഡ് ബീഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. B7000 ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എൻഡ് ബീഡാണെങ്കിൽ, എൻഡ് ടാപ്പാണെങ്കിൽ നമുക്ക് അതൊന്ന് തുറന്നൊട്ടിച്ചാൽ മതി. പിന്നെ ഇതാ ഈ ചെറിയ കമ്പികൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിനെ ഷേപ്പാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹെയർ ബാൻഡാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിനെ എടുത്തിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ഈ കമ്പിയിലൊന്ന് കോർത്തെടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഒരു ഫ്ലവറാണ് ഞാൻ മേക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു പെറ്റലാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിൻ്റെ നീളം വന്നിട്ടുള്ളത് 8 സെൻറ്റിമീറ്ററാണ് കേട്ടോ. ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതേപോലെ ഒരു 5 എണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 5 പെറ്റൽസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ കമ്പിയിൽ തന്നെ കോർത്തിട്ട്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ വയർഡ് ഹെയർ ബാൻഡ് എടുത്തിട്ട് നമുക്കതിൽ ചെറിയൊരു പണി ചെയ്യാനുണ്ട് കേട്ടോ. ബീഡ്സൊക്കെ ഒന്ന് കോർത്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയർഡ് ഹെയർ ബാൻഡിൻ്റെ എൻഡിൽ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ടിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ബീഡ്സ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഓരോ ബീഡ്സ് ഇതിൽ കോർത്തെടുക്കണം. നമ്മളെടുത്ത് വെച്ച വയലറ്റ് കളറും വൈറ്റ് കളറുള്ള ബീഡ്സ് കോർത്തെടുക്കണം. ഞാൻ 2 വയലറ്റ് കളറും അത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് ബീഡ്, അങ്ങനെയാണ് കോർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു വയർഡ് ഹെയർ ബാൻഡിൽ കോർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു കളർ ഞാൻ അതിന് മാച്ചായ കളറായിട്ട് സെലക്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഈ ഫുള്ളായിട്ട് ഒരു 8 ബീഡ് വയലറ്റും 3 വൈറ്റും ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ 8 സെൻറ്റിമീറ്ററുള്ള ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഒരു പീസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ബീഡ്സിൻ്റെ അടുക്കൊക്കെ നമുക്ക് B7000 ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഈ ബീഡ്സുകൾ തമ്മിലും അതേപോലെ ഗ്ലിറ്റർ ട്യൂബ് വെച്ച് അവിടേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ അതൊന്നും പോരാത്ത രീതിയിൽ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. ഇനി നമുക്കത് ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ 5 പെറ്റൽസ് കൊണ്ട് നമ്മളത് ആദ്യം 2 എണ്ണം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ 2 ഗ്ലിറ്റർ ട്യൂബിൻ്റെ പെറ്റൽസും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള 3 പെറ്റൽസും ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സാധാ സിമ്പിളായിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ റേറ്റൊന്നും അധികം ഇടാനൊന്നും പറ്റില്ല, പിന്നെ വലിയ ഭംഗിയൊന്നും കാണാനായിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ 5 ഇതൾസും കൂടെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. എനിക്കിത് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കമ്പി എടുക്കുമ്പോൾ നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള കമ്പി എടുക്കാൻ നല്ലത്. കാരണം ഇത് നമ്മൾ ഹെയർ ബാൻഡുമ്മേ ചുറ്റിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിലായിട്ട് വരൂലേ. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കമ്പി ഉപയോഗിച്ചിട്ടായതുകൊണ്ട് കുറച്ച് കട്ടി വന്നിട്ടത് അതിമൊന്ന് ചുറ്റിയെടുക്കാനായിട്ടൊന്ന് റിസ്ക് ആയിട്ട് വന്നു കേട്ടോ. ഇനി നമ്മൾ അതിന് ശേഷം 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഗ്ലിറ്റർ ട്യൂബ് വീണ്ടും ഒന്ന് കോർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെയുള്ള ബീഡ്സുകളും ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ എൻഡിൽ ലോക്കും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ഹെയർ ബാൻഡാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കണേ. ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് നമ്മൾ നോർമൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിനാട്ടിലും നല്ല അടിപൊളി, കാണാനായിട്ട് നല്ല ലുക്കൊക്കെ ഉള്ളൊരു റിച്ച് ലുക്കൊക്കെ ഉള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇത് നമ്മളെ ഹെയർ ബാൻഡിൻ്റെ ലാസ്റ്റ് ഒന്ന് ലോക്കും കൂടി ചെയ്താൽ നമ്മൾ എൻഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ ലോക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ 2 വൈറ്റ് ബീഡ്സ് ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് ഈ സ്മോൾ വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ നമ്മളെ ക്രീം കളറൊക്കെ ആയിട്ടാണ് വരുന്നത്, ഓഫ് വൈറ്റ് ആണ്, തനി വെള്ള കളറല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്തിട്ട് 3 ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലാണ് ഈ എൻഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കണത് കേട്ടോ. ഞാൻ ഈ എൻഡ് ടാപ്പ് ഫസ്റ്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, എൻ്റെ ബീഡ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എൻഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലും എൻഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. വൈറ്റ് ബീഡ്സും കൊടുത്തിട്ട് എൻഡ് ടാപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ എൻഡ് ബീഡ് ഉപയോഗിക്കുക, നമുക്ക് B7000 6000 രണ്ടും ഒരേ ഗവൺമെൻറ് ആയതുകൊണ്ട് അത് ഒട്ടിച്ചിട്ട് എൻഡ് ബീഡ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ എൻഡ് ടാപ്പ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇതിന് മുകളിലൊരു ഫോം ഫ്ലവർ, ഇതിന് താഴെ ഈ കമ്പി വരുന്നത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു ഗിയർ വയർ യൂസ് ചെയ്താൽ മതി, നല്ല കട്ടി കുറവുള്ള ഗിയർ വയർ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ കമ്പികൾ യൂസ് ചെയ്യണ്ട. അതിന് താഴെ ഒന്ന് ഗം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാൻവാസ് ഫെൽറ്റ് ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ മുകളിൽ നമ്മൾ ഒരു ഫ്ലവറും കൂടെ കൊടുക്കുന്നുണ്ട്, ഒരു ഫോം ഫ്ലവർ ഉപയോഗിച്ചിട്ട് ഇതേ സെയിം കളർ വരുന്ന ഒരു ഫോം ഫ്ലവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് അതും കൂടെ ഒന്ന് കേൾക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് കിട്ടും കേട്ടോ ഈ ഹെയർ ബാൻഡിന്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റും, ഒരു 80 90 100 രൂപക്കൊക്കെ അത് കൊടുക്കാൻ പറ്റും. നമ്മളെ ഗ്ലിറ്റർ ട്യൂബിനൊക്കെ അധികം റേറ്റ് കുറവാണ്. ആർക്കെങ്കിലും ഗ്ലിറ്റർ ട്യൂബൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മളെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏത് കളർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങളും സംശയങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത് അടിപൊളിയായൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിന് മോനൊന്ന് വെച്ച് കൊടുത്താണ്, പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് അവന് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, ഓനത് ഒഴിവാക്കിയിട്ട് പോയി. അപ്പം നല്ല അടിപൊളി ഭംഗിയായിട്ട് ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.